കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ എന്നെ കാണാനെത്തി മണവാളനായി. ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടും പാട്ട് പാടാനുള്ള കഴിവ് മാത്രം തന്നില്ല എന്നുള്ളൊരു പരാതി ദൈവത്തോട് എനിക്കുണ്ട്. എങ്കിലും ഇന്ന് രാവിലെ ഈ ഒരു പാട്ടുമായിട്ട് ഈ വീഡിയോ തുടങ്ങുന്നതിനൊരു കാരണമുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. BA-ക്കും MA-ക്കും എല്ലാം സൈക്കോളജിയാണ് പ്രധാന വിഷയമായിട്ടെടുത്ത് പഠിച്ചതെങ്കിലും ഞാൻ ഇന്ന് വരെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് സൈക്കോളജിയാണ് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സൈക്കോളജി സംസാരിക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലം മുതൽ എന്ന് വെച്ചാൽ ഒരു 10 വയസ്സ് 12 വയസ്സ് കാലം മുതൽ നമ്മൾ ഏറ്റവും അധികം കാണുന്ന സ്വപ്നം ഏതായിരിക്കും, അല്ലെങ്കിൽ ദിവാസ്വപ്നം ഏതാണ്, നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ് ജീവിതത്തിൽ? ചിലപ്പോൾ ആളുകൾക്ക് പറയാനുണ്ടായിരിക്കും ഒരു ഡോക്ടർ ആകണമെന്നോ, സയൻറ്റിസ്റ്റ് ആകണമെന്നോ, പോലീസ് ആകണമെന്നോ, അങ്ങനെയുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളിലുമാണ് നമ്മൾ ജീവിച്ചതെന്നൊക്കെ പല ആളുകൾക്കും ചിലപ്പോൾ പറയാനുണ്ടായിരിക്കും. പക്ഷേ അതല്ല ഏറ്റവും വലിയ ശരി. നമ്മൾ എല്ലാവരും, അതിനിപ്പോൾ പുരുഷനായിരുന്നാലും ശരി, സ്ത്രീ ആയിരുന്നാലും ശരി, ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നമ്മുടെ പാർട്ട്ണറെ കുറിച്ചാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പ്രണയത്തെക്കുറിച്ചാണ്. നമ്മൾ പ്രണയം എന്ന് പറയുമ്പം അത് ഒരു പാർട്ട്ണർഷിപ്പാണല്ലോ. നമ്മൾ ആ പ്രണയത്തിലൂടെ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന ഒരു വിവാഹമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം. അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം ദിവാസ്വപ്നം നമ്മൾ കാണുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഈ നമ്മുടെ ലോകത്ത് 100 പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 90 പേരും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ വിവാഹ ജീവിതത്തിലെ അല്ലെങ്കിൽ പ്രണയത്തിലെ ഒക്കെ നൈരാശ്യമോ പാളിച്ചകളോ ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് എങ്ങനെയുള്ള പുരുഷന്മാരെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. കുറച്ച് ഒരു 3-4 ടൈപ്പ് പുരുഷന്മാരുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളെ നിങ്ങൾക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്തായിരുന്നാലും ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സ്വഭാവ സവിശേഷതയുള്ള ആളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ 100% അവരെ ഒഴിവാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ ഒരു സൂയിസൈഡിനോ, ഒരു ഡിവോഴ്സിനോ, അല്ലെങ്കിൽ ഒരു ജീവിത നൈരാശ്യത്തിനോ ഒക്കെ, അല്ലെങ്കിൽ കുറേ കരയുന്നതിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് അത്തരം പുരുഷന്മാരെ ഞാൻ കയ്യിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. കാരണം ഓർമ്മ ഇച്ചിരി കുറവാണ്. പലപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയില്ല, മറന്നുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ എഴുതിയിട്ടേന്. ശരിക്കും ഇപ്പോഴും ഞാൻ മറന്നുപോയി എന്തൊക്കെയാണ് പറയാൻ ഉള്ളതെന്നുള്ളത്. അപ്പോൾ കയ്യിൽ നോക്കിയാൽ മനസ്സിലായി. ഒന്ന്, ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത പുരുഷന്മാരുണ്ട്. പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാതെ ഉഴപ്പുന്ന ആളുകളുമുണ്ട്. എന്ന് വെച്ചാൽ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ആളുകളെന്ന് പറയും ലൈഫിൽ. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഈസിയാണ്. ഈ പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത് ഡിസിഷൻ എടുക്കാത്ത ആളുകളാണ്. ഏത് കാര്യത്തിലായിരുന്നാലും ഒരു ഡിസിഷൻ മേക്കിംഗ് നിങ്ങളുടെ തലയിൽ കൊണ്ടുവച്ച് തരും. അല്ലെങ്കിൽ അവൻ ആ ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കില്ല എന്നുള്ള ഒരു പ്രത്യേക ഒരു ടൈപ്പാണ്. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. കാരണം ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല എങ്കിൽ വിവാഹ ജീവിതം ഒരു രീതിയിലും നേരെ ജീവിതം മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മാസമോ 2 മാസമോ ഒക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് ഈ ആളിൻ്റെ ഈ ക്യാരക്ടർ തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഏർലി സ്റ്റേജിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആൾ ഉഴപ്പിയിട്ട് നിങ്ങളുടെ തലയിൽ വച്ചേരുകയാണെന്നുണ്ടെങ്കിൽ വിചാരിച്ചുകൊള്ളുക, ജീവിതകാലം മൊത്തം ഒരു കഴുതയെ പോലെ നിങ്ങൾ ഈ കുടുംബത്തിൻ്റെയും ഈ പറഞ്ഞ ആളിൻ്റെയും എല്ലാം ഭാരം ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ വളരെ വലിയൊരു നൈരാശ്യത്തിന് അടിമയായിപ്പോവും ഈ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ എന്ന് പറയുന്ന ആ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയാത്ത ആളുകളെ ഒഴിവാക്കുക. പിന്നെ ഇതിൽ വേറൊരു വലിയൊരു പ്രശ്നമുള്ളത് എന്തെന്ന് വെച്ചാൽ, ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി വരും. എന്ന് വെച്ചാൽ ചിലപ്പോൾ
അവർ എപ്പോഴും ചിലപ്പോൾ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് ജീവിതത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കും. ഒരുപക്ഷെ അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിൽ നിന്ന്, സുഹൃത്തിൽ നിന്നും ഒക്കെ. അപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നാൽ നിങ്ങളുടെ തീരുമാനത്തെ പോലും മറികടന്നുകൊണ്ട് അവർ ചിലപ്പോൾ കൈക്കൊള്ളുന്നത് അവൻ്റെ ഈ പറഞ്ഞ ഏറ്റവും വിശ്വാസമുള്ള ഒരു മൂന്നാമതൊരാളിൻ്റെ ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയാത്തവരെ 100% അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കളുള്ള പുരുഷനെ ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഒരു 26-27 വയസ്സ് വരെയൊക്കെ മാക്സിമം ഈ പയ്യന്മാർക്കൊക്കെ ഇച്ചിരി സുഹൃത്ത് വലയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആൾ ഒരു 27 വയസ്സ് കഴിഞ്ഞ ആളാണ്, എന്നിട്ടും അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഈ സുഹൃത്ത് വലയം എന്ന് പറയുന്ന ഒരു സംഭവം ഒരാൾക്ക് ഒരുപാട് ഉണ്ടാകണമെങ്കിൽ അയാൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾ ആയതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ സുഹൃത്തുക്കളുമായിട്ട് കൂടുതലും സമയം പങ്കിടാൻ വേണ്ടി, ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ. അവരുടെ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ ഒരു സൈക്കോളജി അതായതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ 27-28 വയസ്സ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഏർലി സ്റ്റേജിൽ ഒരു 23-24 വയസ്സുകാരനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അവോയ്ഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇച്ചിരി ആളിനൊരു 27-28 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണ്, ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ആളിനുണ്ട് എന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷവും കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു 1-2 മാസത്തെ ആ ഒരു ഇതിൽ നിങ്ങളെ കൊണ്ട് കറങ്ങാനും സിനിമയ്ക്കൊക്കെ പോവും. ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അവൻ്റെ സുഹൃത്തുക്കളുമായിട്ട് യാത്ര ചെയ്യുന്നതിനൊക്കെ ആയിരിക്കും. യാത്ര ചെയ്യുന്നതിനോ എവിടെ പോകുന്നതിനോ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനൊക്കെ സുഹൃത്തുക്കളായിരിക്കും അവന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങളെ ഇഷ്ടമായിരിക്കില്ല എന്നുള്ളതല്ല. പക്ഷേ വീട്ടിൽ കുട്ടികളോടും ഭാര്യയോടും, കുട്ടികളോടെന്നല്ല പ്രത്യേകിച്ച് പാർട്ട്ണറോട്, ഭാര്യയോട് കൂടുതൽ സമയം ചെലവഴിക്കാതെ സുഹൃത്തുക്കളോട് സമയം ചെലവഴിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇത്തരക്കാരുടെ ഒരു വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. മാത്രവുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ആ സമയത്ത് ഈ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്ന സമയത്ത്, നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന സമയത്ത് പക്ഷേ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള ഒരാളിന് അതൊരു വിഷയമേ ആയിരിക്കില്ല. ആ ഒരു അകൽച്ചയിൽ നിന്ന്, ആ ഒരു വഴക്കിൽ നിന്ന് സ്വയം അവനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരുപാട് സുഹൃത്തുക്കളുള്ളപ്പോൾ അവരുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇൻട്രാക്ട് ചെയ്യുകയും അതിൽ നിന്ന് ചെറിയ ഒരു സാന്ത്വനം ആളിന് കിട്ടുകയും, അതുമാത്രമല്ല അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങളുമായിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യുകയല്ലല്ലോ ആളിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് വിവരിച്ച് നടക്കുക എന്നുള്ളതായിരിക്കും മിക്കവാറും ഒക്കെ ആളിൻ്റെ ലക്ഷ്യവും ആഗ്രഹവും എന്ന് പറയുന്നത്. അപ്പം അത്തരം സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു പിണക്കവും പ്രശ്നങ്ങളും ഒക്കെ ആളിന് വലിയ ബോധേടല്ലാതെ, ആൾ വലുതായിട്ടൊക്കെ ചിന്തിക്കാതെ അതിൽ നിന്ന് ഈസിയായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾ എത്തിക്കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള ഒരാളിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റപ്പെടൽ എന്ന് പറയുന്നൊരു സംഭവം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഒറ്റപ്പെടലൊക്കെ മാറാനാണല്ലോ നമ്മൾ വിവാഹം കഴിക്കുന്നത്. പക്ഷേ നമ്മൾ വിവാഹം കഴിച്ചതിന് ശേഷവും ഒരു ഒറ്റപ്പെട്ട ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ് ഒരു വലിയ സത്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളിൻ്റെ ഒരു സൈക്കോളജി എപ്പോഴും ആളൊരു ധാരാളിയായിരിക്കും. എപ്പോഴും ഒരുപാട് പണം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകൾ. പിന്നെ ഈ പറഞ്ഞ കണക്ക് റെസ്പോൺസിബിലിറ്റി, ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കാര്യവും ഇവരിൽ കൂടുതലായിരിക്കും. ചിലപ്പോൾ വീട്ടു ചെലവിനുള്ള കാശൊക്കെ തരുമായിരിക്കും, പക്ഷേ വീട്ടിലെ ഓരോ കാര്യങ്ങളും നടത്തിക്കുന്നതിൽ ഈ വീഴ്ച വരുത്തുന്ന അല്ലെങ്കിൽ അതിന് വലിയ ബോധേഡ് ഉള്ള ആളുകളായിരിക്കില്ല മനഃശാസ്ത്രപരമായിട്ട് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആൾ. പിന്നെ മൂന്നാമത്തെ ആൾ, മോർ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ആംബുലൻസ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കടന്നുപോയി, ആരാണെന്ന്. അപ്പോഴേ സംഭവം മൂന്നാമത്തെ ഐറ്റം മോർ ഡേഞ്ചറസ് എന്ന് വെച്ചാൽ എല്ലാ ആളുകളുടെയും മുന്നിൽ
മാന്യനായിട്ട് നടക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബോയ് എന്ന് പറയുമല്ലോ നമ്മൾ, ഗുഡ് ബോയ്. അപ്പം അതുപോലെ ഒരു ഗുഡ് ബോയ് ഇമേജ് കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ നോട്ട് ചെയ്യുക. അത് ഡേഞ്ചറസ് ആണ് അങ്ങനെയുള്ള ആളുകൾ. എന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ നിങ്ങൾ വിവാഹം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ ഇവൻ്റെ ഈ ഗുഡ് ബോയ് ഇമേജ് നിലനിർത്താനായിട്ട് അവൻ എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയിൽ ബുദ്ധിപൂർവം ചാരി വയ്ക്കും എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ പറയുന്നതെന്നല്ല. അവൻ വളരെ ബുദ്ധിപൂർവം എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് വളരെ കഴിവുള്ള ആളുകളായിരിക്കും ഈ ഗുഡ് ബോയ് ചമയുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഗുഡ് ബോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് അഭിനയിക്കേണ്ടി വരും ജീവിതത്തിൽ. എന്ന് വെച്ചാൽ, നമ്മൾ വീട്ടുകാരോട് അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുക്കളോട്, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് തന്നെ അല്ലെങ്കിൽ ബന്ധുക്കളോട് എല്ലാം ഈ പറയുന്ന ആളിൻ്റെ ഗുഡ് ബോയ് ഇമേജ് കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരുപാട് അഭിനയം ജീവിതത്തിലുടനീളം നടത്തേണ്ടി വരും എന്നുള്ളതാണ്. അത് വളരെ ഒരു പറയാനായിട്ട് മാനസികമായി ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജാണ് എന്നുള്ളതാണ്. നമ്മളല്ലാതെ ജീവിക്കേണ്ടി വരും. അയാളുടെ ഗുഡ് ബോയ്, അയാളുടെ ഈ പറഞ്ഞ അമിതമായിട്ടുള്ള, അതിനെ കൃത്യമായിട്ട് ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആളിന് അമിതമായിട്ട് ഒരു, ഇതൊക്കെ ചിലപ്പോൾ ഒരു അപകർഷതാ ബോധത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും ഈ ഗുഡ് ബോയ് ഇങ്ങനെ ഇരിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ്. പക്ഷേ എങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അമിതമായിട്ടൊരു ക്രെഡിറ്റ്, ഞാൻ എപ്പോഴും നല്ലവനാണ് എന്ന് കാണിക്കാനുള്ള ആ വ്യഗ്രതയിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ മാന്യനാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സമ്പത്തുള്ളവനാണോ എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇടുന്ന വസ്ത്രങ്ങളിൽ പോലും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ പോലും ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്തി കൂടെ സഹിച്ച് നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗുഡ് ബോയ് ചമയുന്ന ആളിൻ്റെ കൂടെ കൂടിയാൽ പറ്റുന്ന ഏറ്റവും അടുത്ത വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഈ ഗുഡ് ബോയ് എപ്പോഴും വീട്ടുകാരുടെ പൊന്നോമന പുത്രനായിരിക്കും. അപ്പം വീട്ടുകാരുടെ ഏറ്റവും സൽഗുണ സമ്പന്നനായ പുത്രനായതുകൊണ്ട് തന്നെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഒരു കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ സൽഗുണ സമ്പന്നനായതുകൊണ്ട് തന്നെ, നല്ല കുട്ടി ആയതുകൊണ്ട് തന്നെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ആ കാര്യം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലെങ്കിലും അവൻ അത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൻ്റെ ആ ഒരു നല്ലൊരു ഇമേജ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീട്ടുകാർ പറയുന്ന കാര്യങ്ങളുടെ കൂടെ ആയിരിക്കും അവൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ടാൽ ഒരുപക്ഷെ അവൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ബന്ധുക്കളോ, അയ്യേ എന്താണത്, വളരെ മോശമാണല്ലോ, നിൻ്റെ വൈഫ് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഈ ഒരു ഫംഗ്ഷന് വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി, തീർന്നു. അതോടുകൂടി നിങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യം പോലും അവിടെ ഇല്ലാതാകും എന്നുള്ളതാണ് ഈ മാന്യത ചമയുന്ന ആളുകളെ കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രണയം ഉണ്ടാകുന്ന സമയത്ത് അമിത വിനയവും കുനിയൻ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരുത്തനാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. മോർ ഡേഞ്ചറസ് ആണ്. ജീവിതത്തിൽ ചങ്ങല കൊണ്ട് നമ്മൾ മൂടപ്പെട്ട് ചങ്ങലകളിൽ ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്തത്, നാലാമത്തത്, വലിയ പ്രശ്നക്കാരനല്ല എങ്കിലും അത് ഇച്ചിരി ഇറിറ്റേഷൻ ഉണ്ടാകുന്നൊരു സ്വഭാവമാണ്. ഈ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സുഖകരമായൊരു ഫീല് ഉണ്ടാകുമെങ്കിലും അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവം ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, ഓവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള പുരുഷന്മാരുണ്ട്. നീ അവിടെ പോകരുതേ, അങ്ങനെ ചെയ്യരുതേ, അയ്യോ അത് കഴിച്ചാൽ എന്താണ്, അയ്യോ സുഖമില്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പം ഇങ്ങനെ രീതിയിൽ എന്തിനും ഏതിനും പ്രൊട്ടക്റ്റീവ് മൈൻഡ്, അയ്യോ ഇങ്ങനെ കാണിക്കുന്നവന്മാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് കൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ പോയാലും മണിക്കൂർ വെച്ചിട്ട് ഇവൻ്റെ കോള് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും, അയ്യോ അത് ചെയ്യരുതേ, ഇത് ചെയ്യരുതേ, മറ്റത് ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് പിറകെ വന്നേക്ക്. ഇതൊക്കെ പറയുന്നത് വളരെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ സ്വരത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അവഗണിക്കാനോ അല്ലെങ്കിൽ വഴക്ക് കൂടാനോ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള 4 ഗുണഗണങ്ങളുള്ള ആളുകളെ നിങ്ങൾ ഒഴിവാക്കുക. ഇനി 5ാമത്തെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. മദ്യപാനം അല്ലെങ്കിൽ ലഹരി എന്ന് പറഞ്ഞ ഒരു സംഭവം. ഈ ലഹരി, അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ അമിത ലഹരിയുള്ള ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതം താറുമാറായി പോകുന്ന അറിഞ്ഞുകൂടാത്ത സ്ത്രീകളൊന്നുമില്ല. പക്ഷേ ഇതിൽ വേറൊരു വലിയൊരു പ്രശ്നം കിടക്കുന്നത്,
ഒരു പ്രശ്നവുമില്ല എന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പ്രത്യേകിച്ച് കലാവാസനകളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ യാതൊരു ദുശീലങ്ങളും ഇല്ല എങ്കിലും ഒരാളെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ പുരുഷന്മാരുടെ ഒരു സൈക്കോളജി, അത് പുരുഷന്മാരുടെ ഒരു എന്തോന്ന് പറയാം, ഒരു ജീനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഏതെങ്കിലും ലഹരിയോടൊക്കെയുള്ള ഒരു ആവേശം, ആഭിമുഖ്യം. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലെങ്കിലും ഒരു 25 വയസ്സിനകത്തെങ്കിലും ഈ മദ്യമോ സിഗരറ്റോ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾ ആളിനെ ചെറിയ രീതിയിൽ സൂക്ഷിക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ള ഒരു സത്യം ഇതിൻ്റെ പിറകിലുണ്ട്. എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എങ്കിലും അമിതമായിട്ട് ലഹരിയോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവന്നു കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. ചില ആളുകളുണ്ട്, ചിലപ്പോൾ അവർക്ക് സയൻറ്റിസ്റ്റ് ആകണമെന്നോ അല്ലെങ്കിൽ ഡോക്ടർ ആകണമെന്നോ ഈ പറഞ്ഞ പോലീസ് ആകണമെന്നോ അല്ലെങ്കിൽ കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പാട്ടോ ഡാൻസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഉള്ളിലുള്ളത് കൊണ്ട് ആ ഒരു ലഹരി ഉള്ളിലെടുത്തുകൊണ്ട് മറ്റ് ലഹരികളെയൊക്കെ ഒഴിവാക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളല്ല ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള കഴിവുകളുമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കലാപരമായോ മറ്റ് നൈസർഗികമായോ ഉള്ള ഇൻട്രസ്റ്റുകളില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള ഫാമിങ്, ചെടി വളർത്തൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ജോലിയല്ലാതെ മറ്റൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റും ഇല്ല, എന്നാൽ യാതൊരു ലഹരിയും ഇല്ല ജീവിതത്തിൽ, മദ്യമോ സിഗരറ്റോ ഒന്നുമില്ല എങ്കിൽ അത്തരം പുരുഷന്മാരെ ശ്രദ്ധിക്കുക. എന്തോ ഒരു മിസ്സിങ് അവന് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിത് പക്ഷെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരാളുടെ കൂടെ കുറച്ചു കാലം ജീവിക്കുമ്പോൾ മാത്രമേ ആ പ്രശ്നം തിരിച്ചറിയാൻ പറ്റൂ എന്നുള്ളൊരു വലിയൊരു വിഷയമുണ്ട്. എങ്കിലും അതൊക്കെ വെച്ച് നോക്കിയാലും മദ്യപിക്കാത്ത ഒരാളിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മദ്യപാനം എന്നുള്ളതല്ല, ചിലപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ ഡ്രിങ്കിങ്, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം ഡ്രിങ്കിങ് ഒന്നും പ്രശ്നമാവില്ല. പക്ഷേ ഒരു കണ്ടിന്യൂസ് ഡ്രിങ്കറാണ്, ഡെയിലി മദ്യപിക്കുന്ന ഒരാളാണ് നിങ്ങൾ പ്രണയിക്കുന്ന ആളെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ 100% ആളിനെ ഒഴിവാക്കുക. ഏത് വയസ്സ് കഴിഞ്ഞിട്ട്, ഒരു 27-28 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെ കുറിച്ചാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഒരു 28 വയസ്സ് കഴിഞ്ഞിട്ടും റെഗുലറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു പുരുഷനാണ് നിങ്ങൾ പ്രേമിക്കുന്നത് എങ്കിൽ 100% ആളിനെ നിങ്ങൾ ഒഴിവാക്കുക. കാരണം ചിലപ്പോൾ ചില സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ ജീവിതത്തിലേക്ക് ഇവൻ കടന്നു വന്നതിന് ശേഷം ഇവനെ ഞാൻ നേരെയാക്കി എടുക്കും, ഇവനെ ഞാൻ ക്ലിയർ ആക്കും, ഉപദേശിച്ചും ഞാൻ വഴക്ക് പറഞ്ഞും ഒക്കെ ഞാനിവനെ നേർവഴിക്ക് കൊണ്ടുവരുമെന്നൊക്കെ കുറേ സ്ത്രീകൾ ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഒരു കോപ്പം നടക്കില്ല. ഒരു 10-28 വയസ്സ് കഴിഞ്ഞിട്ടും എല്ലാ ദിവസവും മദ്യപിക്കുന്ന ഒരു പുരുഷനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് വലിയ ഒരു മണ്ടത്തരം ആണ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞത് കണക്ക് ഒരു 4-5 പ്രത്യേക ടൈപ്പുള്ള പുരുഷന്മാരെ നമുക്ക് കണ്ടെത്തി ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഒരുമിച്ചൊരു വിവാഹ ജീവിതം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇച്ചിരി ബുദ്ധി നിങ്ങൾ പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4-5 ടൈപ്പ് ഉള്ള ഈ പറഞ്ഞ പ്രശ്നക്കാരായിട്ടുള്ള ആണുങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഈ പറഞ്ഞ 5 കാര്യങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകളെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഈ പ്രശ്നങ്ങളുള്ള പുരുഷന്മാർ നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രണയിക്കുന്ന സമയത്ത് തന്നെ കണ്ടെത്താൻ പറ്റുന്ന, തിരിച്ചറിയാൻ പറ്റുന്ന പ്രത്യേക വർഗ്ഗങ്ങളാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള പ്രശ്നക്കാരായിട്ടുള്ള 2-3 ടൈപ്പ് പുരുഷന്മാർ വേറെയുമുണ്ട്. നമുക്ക് അവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ചില പ്രശ്നങ്ങൾ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ ഇതുപോലെ മോഡ് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇതുപോലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. വെറുതെ എന്തായാലും 5 വർഷം നമ്മളതിൻ്റെ പുറകെ പഠിച്ച് ഇരുന്നതല്ലേ. അപ്പോൾ ഏതായിരുന്നാലും അത് ഉപയോഗിക്കുന്ന, ഞാനതൊരു പ്രൊഫഷനായിട്ട് പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും അതങ്ങ് ആ 5 വർഷത്തെ പഠനം ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.